പത്തനംതിട്ടയിലെ അപകട വാർത്തയിലേക്കാണ് നമ്മുടെ പ്രതിനിധി CK അഭിലാൽ അപകടം നടന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. അമിത വേഗത്തിലെത്തിയ കാറിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് അപകടമുണ്ടാവുകയായിരുന്നു. പത്തനംതിട്ട കടവന്റ റോഡിലാണ് ഈ അപകടം. ആദ്യ ദൃശ്യങ്ങൾ കാണാം. ശേഷം അഭിലാൽ സ്ഥലത്ത് നിന്ന് നമ്മളോട് വിവരങ്ങൾ പങ്കുവയ്ക്കും. ആ നീലക്കാറിനെ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ച ബൈക്കുകാരനാണ് നേരെ കുഴിയിലേക്ക് വന്ന് വീണത്. അഭിലാൽ സ്ഥലത്തുണ്ട്. അഭിലാൽ, ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണുമ്പോൾ അറിയാം, ഒരു വല്ലാത്ത അപകടകരമായ ഒരു മേഖലയാണ്. അങ്ങനെയല്ലായിരുന്നു അവിടെ റോഡ് പണിയേണ്ടതെന്ന് ഒറ്റോട്ടത്തിൽ തന്നെ മനസ്സിലാകും. എങ്ങനെയായിരുന്നു ആ വീഴ്ച? ആ വീട്ടുകാർ ഇതെങ്ങനെ അറിഞ്ഞു? യാത്രക്കാരുടെ പരിക്ക് എങ്ങനെ, എവിടെയാണ് അവർ ചികിത്സ തേടിയത്? ദിവിഷ്, പത്തനംതിട്ടയിൽ നിന്നും കടമരയ്ക്കുള്ള പാതയാണ്. കൊന്നമൂട് എത്തുന്നതിന് ഏറെക്കുറെ 300 മീറ്റർ മാറി എസ് വളവ് കടന്നു വരുന്ന ഭാഗത്ത് വെച്ചാണ് ഈ അപകടമുണ്ടാകുന്നത്. എതിർ ദിശയിൽ എത്തിയ കാറിൽ ഇടിക്കാതിരിക്കാൻ വേണ്ടി ഇരുചക്ര വാഹനം ഇടത്തേക്ക് വെട്ടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് ഈ ഗ്യാപ്പിലൂടെ ഏറെക്കുറെ 7 അടി താഴ്ചയിലേക്ക് വീഴുകയാണ് ഉണ്ടായത്. തൊട്ട് താഴെയുള്ള വീടിൻ്റെ സ്റ്റെപ്പിനോട് ചേർന്ന കൈവരി ഇടിച്ചാണ് ഇരുചക്ര വാഹനം നിന്നത്. ഇരുചക്ര വാഹനത്തിൽ 2 പേരാണ് ഉണ്ടായിരുന്നത്. ഇരുവരും പന്തളം സ്വദേശികളാണ്. വാഹനം ഓടിച്ച ആൾ ജയകൃഷ്ണൻ, ഒപ്പം ഉണ്ടായിരുന്നത് ജിത്തു എന്നുള്ള ആൾ. കൊന്നമൂട്ടിലെ ഒരു സ്വകാര്യ സ്ഥാപനം നടത്തുകയായിരുന്നു ഇരുവരും. CCTV ദൃശ്യങ്ങൾ പ്രകാരം ഇന്ന് രാവിലെ 9:55 കൂടിയാണ് അപകടം ഉണ്ടായത്. ഒരു നിത്യേന അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണോ ഇത്? നിരന്തരമായിട്ട് ഈ റോഡ് വൃത്തിയാക്കിയതിന് ശേഷം നിരന്തരമായിട്ട് അപകടം ഉണ്ടാകുന്നു. ഈ 1 മാസത്തിനടുത്ത് ഒരു അപകടത്തിൽ ഒരു യുവാവ് ഇവിടെ വെച്ച് മരണപ്പെട്ടു. ഒരു കാറുമായി ബൈക്ക് ഇടിച്ചുണ്ടായ അപകടത്തിൽ. KSTP ഉന്നത നിലവാരത്തിൽ നിർമ്മിച്ച പുതിയ റോഡാണ്. ഈ വളവ് നുറുക്കാതെ, അശാസ്ത്രീയമായ രീതിയിലുള്ള ആ വളവ് നുറുക്കാതെ ഉള്ളത് കൊണ്ടാണ് നിരന്തരം ഇവിടെ അപകടം ഉണ്ടാകുന്നത്. ഈ വെള്ളിയമ്പിൽ ജബ്ബാർ എന്ന ആളുടെ വീടിൻ്റെ സിറ്റൗട്ടിൻ്റെ ഭാഗത്തേക്കാണ് ഈ വാഹനം വന്ന് വീണത്. ഈ സമയം മുറ്റത്ത് ആരും ഇല്ലായിരുന്നു അല്ലേ? ആരുമില്ല. ആ സമയത്താണ് കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് ആളകത്തോട്ട് കയറിയത്. ഈ വന്ന് വീണ സമയത്ത് കാഴ്ചക്കാരായിട്ട് അല്ലെങ്കിൽ കണ്ടവരായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നു? അടുത്തൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരെ പെട്ടെന്ന് ആളുകളെ എല്ലാം വിളിച്ചു കൂട്ടി അവരെ പെട്ടെന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള സംവിധാനം ചെയ്തു. പക്ഷേ മുഖത്തിന് കാര്യമായിട്ടൊരു പരുക്കുണ്ടായിരുന്നു. കുട്ടിക്ക് ബ്ലഡെല്ലാം നല്ല പോയിട്ടുണ്ടായിരുന്നു. അവർ പിന്നീട് ജലരാശുപത്രി ചികിത്സ കഴിഞ്ഞ് അവരോട് പിന്നീട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ? അവരുടെ ഓണറിനെ വിളിച്ച് ചോദിച്ചപ്പം ഒരാൾക്ക് വലിയ കുഴപ്പമില്ല, ഒരാളുടെ ബ്ലീഡിങ് ഉണ്ട്, അത് മൂക്കിൻ്റെ പാലം ഒടിഞ്ഞിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടാണ് കിട്ടിയത്. കഴിഞ്ഞ മാസം 21-ാം തീയതി രാത്രി 10 മണിയോടുകൂടി ഇവിടെ ഉണ്ടായ അപകടത്തിൽ ഇരുചക്ര വാഹന യാത്രികൻ കാർ ഇടിച്ച് മരിച്ചിരുന്നു. അദ്ദേഹം സ്വകാര്യ ബസ്സിലെ ജീവനക്കാരനായിരുന്നു. KSTP ആണ് റോഡിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. അല്പം വീതി കൂട്ടി റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചതാണ് ഏറെക്കുറെ 2 വർഷം മുൻപ്. പക്ഷേ പ്രദേശവാസികൾ ഈ ഭാഗത്തെ റോഡിന്റെ അല്പം കൂടി മഞ്ഞയും കറുപ്പും വരച്ച കമ്പികൾ കൊണ്ടുള്ള വേലി അത് ഇങ്ങനെ വളച്ചാണ് എടുത്തിരിക്കുന്നത് അല്ലേ? നോക്കി, അതിൻ്റെ തൊട്ടപ്പുറത്തൊക്കെ കുറച്ചുകൂടി വീതിയുണ്ട്. അത് കഴിഞ്ഞ് വന്ന് നേരെ വളച്ചെടുത്തേക്കുവാണ്. എങ്ങനെ വേണമെങ്കിലും ആളുകൾ ഇപ്പം നടന്നു വരുന്നവർ പോലും വേണമെങ്കിൽ രാത്രിയിലൊക്കെ ചിലപ്പോൾ അപകടത്തിൽ ചാടാവുന്ന സാധ്യത. അതാ ഇടതുഭാഗത്ത് കുറച്ചും കൂടെ സ്ഥലമെടുത്ത് കൃത്യമായ റോഡ് പണിതിരുന്നെങ്കിൽ എത്ര നന്നാവുമായിരുന്നു. ഇത് അവിടെ പണിയണ സമയത്തൊന്നും അവിടുത്തെ ജനപ്രതിനിധികളോ രാഷ്ട്രീയക്കാരൊന്നും ഇത് കണ്ടില്ലേ? അവരൊന്നും ഇടപെട്ടില്ലേ ഇതിൽ? KSTP 2 വർഷങ്ങൾക്ക് മുൻപാണ് റോഡ് നവീകരണം പൂർത്തിയാക്കിയത്. ആ സമയം അല്പം വീതി കൂട്ടി തന്നെയാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. പക്ഷേ വളവ് കൃത്യമായി നുകർത്തു വേണം ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ എന്നുള്ള അഭിപ്രായം പ്രദേശവാസികൾ ഉയർത്തിയെങ്കിലും അതിന് കാര്യമായ ചെവി കൊടുക്കാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. ചുരുക്കത്തിൽ രാത്രി കാലങ്ങളിൽ എത്തുന്ന ആളുകൾ വളവ് തിരിഞ്ഞ് വരുന്ന സമയത്ത് ഒരുപക്ഷെ എതിർദിശയിൽ വാഹനം വന്നാൽ അപകടത്തിൽപ്പെടും. പ്രത്യേകിച്ച് കുഴിയിലേക്ക് വീണ് അപകടം ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. ഈ വീട്ടിലെ ചേച്ചി ഈ സമയത്തുണ്ടായിരുന്നു. സൗണ്ട് കേട്ടിട്ട് ആണോ അറിയുന്നത്? അത് ഒരാൾ കണ്ട് അങ്ങോട്ട് മാറി കിടക്കും. പുറകെ ഇരുന്ന ആള് അവിടെ കിടക്കുന്നു. ബൈക്കും ഫ്രണ്ടിൽ ഇരുന്ന ആളോട് ഇവിടെ നമ്മുടെ വാതിൽക്കൽ തന്നെ കിടക്കുമായിരുന്നു. കൈവരി തകർന്നെടുത്തു. ബോധമൊക്കെ ഉണ്ടായിരുന്നു. നല്ലതായിട്ട് ബ്ലഡ് പോകുന്നുണ്ടായിരുന്നു 2 പേർക്കും. അങ്ങനെ പിന്നെ ആൾക്കാരെല്ലാം ഓടിക്കൂടി കൊണ്ടുപോകുമായിരുന്നു. ഓട്ടോ വന്നു. ഓട്ടോയിൽ പിന്നെ കയറ്റി വിടുമായിരുന്നു. CCTV ദൃശ്യങ്ങൾ കാണുന്ന ആ ഭാഗം, അതായത് ഇരുചക്ര വാഹനം നിയന്ത്രണം വിട്ട് ഈ ഗ്യാപ്പിലൂടെയാണ് ഈ വീടിൻ്റെ ഭാഗത്തേക്ക് വീണത്. ഏറെക്കുറെ 7 അടി ഉയരം ഉണ്ട്. അങ്ങനെ ഈ ഉയരത്തിൽ നിന്നാണ് നിയന്ത്രണം വിട്ട വാഹനം ഈ വീടിൻ്റെ മുറ്റത്തേക്ക് വീണത്. 2 പേർക്കും അത്ര കാര്യമല്ല എങ്കിൽ പോലും പരിക്കുണ്ട്. ഇരുവരും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നത്.
ശരി, അഭിലാലാണ് സ്ഥലത്തു നിന്നുള്ള വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചത്. വളരെ അപകടകരമായ ഒരു സ്ഥലമാണ് എന്ന കാര്യത്തിൽ യാതൊരു ആ തർക്കവുമില്ല. വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുടെ ഒരു സാഹചര്യം തന്നെയായിരിക്കും. നിരന്തരം അപകടം അവിടെ അവരെങ്ങാനും നടക്കുന്നു പറയുന്നത്. മുറ്റത്ത് നിൽക്കുന്ന സമയത്തൊക്കെയാണ് എന്തൊരു പേടിക്കേണ്ട അവസ്ഥ. അല്ല അഭിലാലെ, ഈ വാഹനങ്ങൾ നീലക്കാറുകാരൻ അറിഞ്ഞിട്ടുണ്ടാവില്ല എങ്കിലും ഈ വാർത്തയൊക്കെ വന്ന സ്ഥിതിക്കെങ്കിലും തൻ്റെ ഒരു ഓവർടേക്കിംഗ് കാരണം ഒരു രണ്ടുപേര് കുഴിയിൽ വീണുവെന്ന് അറിഞ്ഞിട്ടുണ്ടാവും. എന്തെങ്കിലും വിവരമുണ്ടോ ഈ കാറുകാരനെ കുറിച്ച്? കാറുകാരനെ സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല. അതേസമയം തന്നെ ഈ CCTV ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഈ അപകടം ആ സമയത്ത് ഉണ്ടായി എന്നത് സംബന്ധിച്ച് ഓട്ടോറിക്ഷക്കാരനോ കാറുകാരനോ അറിയാനുള്ള സാധ്യതയില്ല. കാരണം വാഹനത്തെ മറികടന്ന് മുന്നോട്ട് പോയി എതിർദിശയിൽ വന്ന വാഹനം കടന്നു പോയതിന് ശേഷമാണ് ഈ അപകടത്തിൽ ഉണ്ടാകുന്നത്. ആ കാർ ദൃശ്യങ്ങളിൽ തന്നെ അല്പം വേഗത്തിൽ കടന്നു പോകുന്നു എന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ അപകടം സംബന്ധിച്ച് ഈ CCTV ദൃശ്യങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നെങ്കിൽ മാത്രമായിരിക്കും ഒരുപക്ഷേ നീലക്കാറിൻ്റെ ഉടമ ഈ സംഭവം അറിഞ്ഞാൽ തന്നെ അദ്ദേഹം ഇനി രംഗത്തേക്ക് വരാനുള്ള സാധ്യതയും വിരളമാണ്. ശരിയാണ്, നിയമലംഘനം തന്നെ ആ കാറുകാരൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അങ്ങനെയുള്ള വളവുകളിൽ ഓവർടേക്ക് പാടില്ല എന്നത് ട്രാഫിക് നിയമമാണ്. അത് തെറ്റിച്ചുകൊണ്ടാണ് ഓവർടേക്ക് ചെയ്തത്. അതാണ് ആ ബൈക്കുകാരനെ നിയന്ത്രണം വിടാനും ഇങ്ങനെ ഈ കുഴിയിലേക്ക് വന്ന് വീഴാനും കാരണം. ഒപ്പം അവിടുത്തെ നിർമ്മാണ പ്രവൃത്തിയിൽ കാര്യമായ പാളിച്ചയുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത്രയ്ക്ക് ചേർന്ന് വളവിനോട് ചേർന്ന് കുഴിയൊക്കെ ഉള്ളൊരു സ്ഥലത്ത് കുറച്ചുകൂടി റോഡ് മറുഭാഗത്തേക്ക് വീതി കൂട്ടിയെടുക്കേണ്ടതിന് പകരം ചെയ്തു വച്ചിരിക്കുന്ന പരിപാടിയാണ്. അത് ആ ഭാഗം ഒന്ന് മൂട്ടി കമ്പി ഇട്ടിരുന്നെങ്കിൽ പോലും അതിലിടിച്ചെങ്കിലും നിന്നേനെ. ഈ നിർമ്മാണം അനുസരിച്ച് ഇനിയും അവിടെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. അതോടൊപ്പം ഈ വീട്ടിന്റെ ആ മുറ്റത്ത് ആരും ഉണ്ടായിരുന്നില്ല എന്നത് ഭാഗ്യം. അതോടൊപ്പം ആ യാത്രക്കാർക്ക് ബൈക്കിലുണ്ടായിരുന്ന രണ്ടുപേരുടെയും പരിക്കുകൾ ഗുരുതരമല്ല എന്ന് പറയുന്നുണ്ട്. മൂക്കിന്റെ പാലം പൊട്ടിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ കാര്യമായിട്ട് ഒരാൾക്കെങ്കിലും കുറച്ച് കാര്യമായി പരിക്കുണ്ട്. വലിയ അപകടങ്ങളിലേക്ക് പോയില്ല എന്നത് ഭാഗ്യം. ആ വീട്ടുകാരും മുറ്റത്ത് ഉണ്ടാവാതിരുന്നതും വലിയ ഭാഗ്യമായി മാറി.